1924 ജൂൺ 14 ജർമ്മനിയിലെ ഓൾഡെ എന്ന ഗ്രാമത്തിൽ പിതാവ് ബെർണാഡ് മോണിങ്മാനും മാതാവ് പൗളയ്ക്കും കൂടി 6 മക്കളിൽ മൂന്നാമത്തെ മകളായി ജനിച്ച് 1924 ജൂൺ 18 ഓൾഡെ ഗ്രാമത്തിൽ സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ പൗള കാതറിൻ എന്ന് സ്നാനമേറ്റു. ചെറുപ്പത്തിൽ തന്നെ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കു വേണ്ടി ചെറിയ ത്യാഗങ്ങൾ അർപ്പിക്കുവാനും ജീവിതത്തിലെ അസൗകര്യങ്ങൾ സഹിക്കുവാനും അമ്മ അവരെ പഠിപ്പിച്ചു. ബാല്യത്തിൽ തന്നെ കഷ്ടപ്പെടുന്നവരിലും ദുരിതമനുഭവിക്കുന്നവരിലും പ്രത്യേക ശ്രദ്ധയും സഹതാപവും ഉണ്ടായിരുന്നു. 10ാമത്തെ വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ച പൗള കാതറിൻ 11ാമത്തെ വയസ്സിൽ സ്ഥൈര്യലേപനവും സ്വീകരിച്ചു. തുടർന്ന് യുവത്വത്തിൽ തന്നെ ഉർസുലിൻ സഭയിൽ ചേർന്ന് ഒരു സന്യാസിനി ആകുവാനും യഥാർത്ഥത്തിൽ തൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ് നാടും വീടും ഉപേക്ഷിച്ച് കേരള കരയിലെ കണ്ണൂർ രൂപതയിലെ തളിപ്പറമ്പ് ദേശത്ത് വന്നു. തൻ്റെ മനസ്സിൽ ഉദിച്ച പട്ടുവം പാറയും കള്ളിമുൾ ചെടികളും നിറഞ്ഞ പ്രദേശം തിരഞ്ഞെടുത്തുകൊണ്ട് ദീനസേവന സഭയ്ക്ക് രൂപം നൽകുകയും മദർ പേത്രയുടെ ജീവിതശൈലിയും പ്രാർത്ഥനാ ചൈതന്യവും രോഗികളിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലും ക്ഷയരോഗികളിലും കുഷ്ഠരോഗികളിലും യേശുവിൻ്റെ തിരുമുഖം ദർശിച്ചുകൊണ്ട് തൻ്റെ ദൗത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കഠിന പ്രയത്നത്തിലും നിരന്തരമായ പ്രാർത്ഥനയിലും യേശുവിനെ പോലെ സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് ദൈവദാസി മദർ പേത്ര ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ദീനസേവന സഭാ സന്യാസിനികളിലൂടെ ഇന്നും ജീവിക്കുന്നു. കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഞാൻ ഇവിടെ അടുത്തുള്ള മാധവങ്കലത്തുള്ള സെൻറ്റ് മേരീസ് എസ്റ്റേറ്റിൻ്റെ മാനേജറായിട്ട് സേവനം ചെയ്യുകയാണ്. അപ്പോൾ ഈ എസ്റ്റേറ്റിലുള്ള എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് എല്ലാ ദിവസവും രാവിലെ ഇവിടെ വന്ന് ഈ അഞ്ജലി വിദ്യാനികേതനിൽ വന്ന് ഈ മക്കളോടൊപ്പം അർപ്പിക്കുന്ന വിശുദ്ധ ബലിയാണ്. വളരെ സന്തോഷമാണ് ഇവിടേക്ക് എല്ലാ ദിവസവും കടന്നു വരാനായിട്ട്. ഇവിടെ വന്ന് ഇവർക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഒരു ദിവസം നല്ലൊരു രീതിയിൽ തുടങ്ങാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. ഇവരുടെ ജീവിതം എനിക്ക് വളരെയേറെ അത്ഭുതമാണ്. ഞാനെപ്പോഴും ചിന്തിക്കും, നമുക്കൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ എപ്പോഴും പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉള്ളവരാണ്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ നേരിടുമ്പോൾ ദൈവത്തോട് പരാതി പറയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഇവരോടൊപ്പം ഈ 2.5 വർഷമായിട്ട് ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഇതുവരെ തങ്ങളുടെ ശാരീരികമോ മാനസികമോ ആയ യാതൊരുവിധ കുറവുകളുടെ പേരിലും ദൈവത്തോട് പരാതി പറയാതെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒത്തിരി മക്കളാണ് ഇവിടെ ഉള്ളത്. ഒരുപക്ഷെ അവരുടെ ന്യൂനതകൾക്കിടയിലും അവരുടെ ശാരീരികവും മാനസികമായ വിഷമതകൾക്കിടയിലും ഇപ്രകാരം സന്തോഷമായിട്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ദീനസേവന സഭയിലെ സിസ്റ്റേഴ്സിൻ്റെ സ്നേഹപരിചരണത്തിൻ്റെ ഫലമായിട്ടാണ്. അവരുടെ കുറവുകളിൽ അതെല്ലാം നികത്തിക്കൊണ്ട് സിസ്റ്റേഴ്സ് വളരെ സ്നേഹത്തോടു കൂടി അവരെ പരിചരിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് കഴിഞ്ഞ 2.5 വർഷക്കാലമായിട്ട് ഞാൻ കാണുന്നത്. മദർ പേത്ര ഇവരുടെ സ്ഥാപക ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും ജീവിതത്തിൽ ഒത്തിരിയേറെ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സിസ്റ്റേഴ്സിലൂടെ ആ അമ്മയുടെ കരുതലും സ്നേഹവും ഒക്കെ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ആ അമ്മ പേത്ര കാണിച്ചു കൊടുത്ത ജീവിത വഴി അതിപ്പോഴും ആ വെളിച്ചം കെടാതെ തങ്ങളുടെ ജീവിതത്തിൽ സ്വായത്തമാക്കിക്കൊണ്ട്
ഇപ്പോഴും അഗതികൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി തീക്ഷ്ണതയോടുകൂടി പ്രവർത്തിക്കുവാനായിട്ട് ഈ സിസ്റ്റേഴ്സിന് സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഈ അഞ്ജലി വിദ്യാനികേതൻ എന്ന് പറയുന്നത്. പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇവർക്ക് രോഗാവസ്ഥയിലൊക്കെ വരുമ്പോൾ ഇവർക്ക് വേണ്ടി ഒത്തിരി ആകുലപ്പെട്ട് ഒത്തിരി തീക്ഷ്ണതയോടുകൂടി ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സിനെ ഇവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ കരങ്ങൾ തളർന്നു പോകാതെ ഈശോയുടെ കരങ്ങളായിട്ട് ഈ സമൂഹത്തിൽ ഇനിയും പ്രവർത്തിക്കുവാനും ഇനിയും ആർക്കും വേണ്ടാത്ത, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുന്ന മക്കളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇനിയും സ്നേഹിക്കുവാനായിട്ട് ഈ സിസ്റ്റേഴ്സിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ആയിരത്തി 1996 ഈ സ്ഥാപനം ആരംഭിച്ചത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായം 17 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: പത്രോസേ, ഇവരേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഈ 3ാമത്തെ ചോദ്യത്തിന് ഉത്തരമായി പത്രോസ് മറുപടി പറയുകയല്ല ചെയ്തത്, മറിച്ച് പത്രോസ് വ്യസനിക്കുകയും കരയുമാണ് ചെയ്തത്. സ്നേഹം അതിൻ്റെ മൂർധന്യ അവസ്ഥയിലെത്തുന്നത് ഏറ്റവും ഉയർന്ന സഹനത്തിലാണ്. ഈ അഞ്ജലി വിദ്യാനികേതനിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് തീർത്തും ബുദ്ധിമാന്ദ്യം സംഭവിച്ചവരും സ്വന്തമായി തങ്ങളുടെ കാര്യങ്ങളൊന്നും ചെയ്യുവാൻ സാധിക്കാത്തവരും പലതരത്തിൽ സാധാരണ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായ മുഖഭാവവും കൈകാലുകളുമുള്ള വ്യക്തികളെയാണ്. ചിലരുടെയൊക്കെ നോട്ടത്തിൽ, അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കളുടെ നോട്ടത്തിൽ പോലും അവർ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരുവാൻ അവകാശപ്പെട്ടവരല്ല. എന്നാൽ ദീനസേവന സഭയുടെ സ്ഥാപകയായ മദർ പേത്ര ഇത്തരണത്തിൽ ഉപേക്ഷിക്കപ്പെട്ട എല്ലാ മക്കളെയും ശുശ്രൂഷിക്കുന്നതിൽ സംതൃപ്തി കണ്ടെത്തിയിരുന്നു. ഒപ്പം തന്നെ മദർ വില്ലിഗാർഡ് ഇങ്ങനെയുള്ളവരെ ശുശ്രൂഷിക്കുന്നതിനും അങ്ങനെയുള്ളവരെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി പ്രത്യേകമായി സിസ്റ്റേഴ്സിന് പരിശീലനം നൽകുകയും അങ്ങനെയുള്ള കുട്ടികളെ പല സ്ഥാപനങ്ങളിലായി ചേർത്ത് നിർത്തുകയും ചെയ്തു. അഞ്ജലി വിദ്യാനികേതനിൽ 38ഓളം കുട്ടികളുണ്ട്. ഇവരിൽ പലരും സ്വന്തമായി തങ്ങളുടെ കാര്യങ്ങൾ ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരാണ്. പലപ്പോഴും മാതാപിതാക്കൾ സന്ദർശിക്കുവാൻ വിസമ്മതം കാണിക്കുന്നവരും, ചിലരെങ്കിലും സ്വന്തം സഹോദരി എന്ന നിലയിൽ, മകളെന്ന നിലയിൽ സന്ദർശിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. എന്നാൽ ഈ മക്കളെ തങ്ങളുടേതായ കാര്യങ്ങൾ ചെയ്യുന്നതിനും തങ്ങളുടേതായ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനും ദൈവത്തിൻ്റെ മക്കളും രാജ്യത്തിൻ്റെ മക്കളും എന്ന നിലയിൽ മുന്നോട്ട് കൊണ്ടുവരുന്നതിനും വേണ്ടി ദീനദാസികൾ ഇവർക്ക് വേണ്ടി അക്ഷീണം യത്നിക്കുന്നു. നമുക്കറിയാം, അവരോട് ഒന്നിച്ചിരിക്കുമ്പോൾ അവർ കളിക്കുകയും ചിരിക്കുകയും അതുപോലെ അവരിൽ തന്നെ അന്തർലീനമായി കിടക്കുന്ന എല്ലാ കഴിവുകളെയും പുറത്തു കൊണ്ടുവരുന്നതിനും അവരെ സഹായിക്കുന്നു. മാത്രമല്ല, ഏറ്റവും പ്രധാനമായി തങ്ങളുടെ ജീവിതത്തിന് സ്വന്തമായി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും സ്വന്തമായി ചെയ്യുവാനായി അവർ ക്രമേണ പ്രാപ്തരായിത്തീരുന്നു. അങ്ങനെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുവാനും മറ്റുള്ളവരോടൊന്നിച്ച് കളിക്കുവാനും ചിരിക്കുവാനും ഈ മക്കൾക്ക് ഈ സ്ഥാപനത്തിലായിരുന്നുകൊണ്ട് സാധിക്കുന്നുണ്ട്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. ഇവിടെ 9 സിസ്റ്റേഴ്സും 40 ഭിന്നശേഷിക്കാരായ അന്തേവാസികളുമുണ്ട്. ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ സഹോദരികളാണ്. അവരോടൊപ്പമായിരിക്കുക ഏറ്റവും ആനന്ദകരമായ ഒരു നിമിഷങ്ങളാണ്. ജീവിതത്തിൻ്റെ ഏത് ദുഃഖങ്ങളിലും സഹനങ്ങളിലും വേദനകളിലുമൊക്കെ അവരുടെ അടുക്കിലേക്ക് ഓടി ചെല്ലുമ്പോൾ അവരുടെ ആ സ്നേഹവും പരിഗണനയും സന്തോഷവും ഒക്കെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാറുണ്ട്.
അതുപോലെ അവിടെയുള്ള സേവനം ചെയ്യുന്ന സിസ്റ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരിയേറെ ബലഹീനതകളും കുറവുകളും നിറഞ്ഞ മക്കളാണ് അവിടെയുള്ളത്. അവരുടെ ഇടയിൽ ആ സിസ്റ്റേഴ്സിൻ്റെ സേവനം കാണുമ്പോൾ എപ്പോഴും ഒരു അത്ഭുതമായി തോന്നാറുണ്ട്. അവരിൽ ഒരാളായിക്കൊണ്ട് ആ മക്കളോടൊപ്പം അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നത് കാണുമ്പോൾ അവർക്ക് വേണ്ടതായ എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ദൈവവിളിയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി സേവനം ചെയ്യണമെന്ന ഒരു വലിയ ആഗ്രഹമായിരുന്നു ചെറുപ്പം മുതലേ ഉള്ളിലുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺഗ്രിഗേഷൻ ഇങ്ങനെ ആലോചിച്ച് നടക്കുമ്പോൾ എൻ്റെ ഒരു പാപ്പൻ പട്ടുവം കോൺവെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. പട്ടുവത്ത് അന്നൊക്കെ ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ പാവങ്ങളെ ശുശ്രൂഷിക്കുന്നതും മറ്റ് പല ഒത്തിരിയേറെ ജോലികളൊക്കെയുള്ള ഒരു നല്ല സ്ഥാപനമായിട്ട് എനിക്ക് തോന്നി. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതും പട്ടുവം തന്നെയാണ്. അങ്ങനെ ഞാൻ എൻ്റെ ദൈവവിളി ഉറപ്പിച്ച് പട്ടുവത്തെ ഒരു അംഗമായി തീർന്നു. അഞ്ജലി കോൺവെൻറ്റ് എന്നുള്ള ഈ സ്ഥാപനത്തിനെ കുറിച്ച് ഇപ്പം ഞാൻ ഒരു 4 വർഷം ആയിട്ട് ഈ വാർഡിലത്തെ മെമ്പറാണ്. അതിന് മുന്നേ ഈ സ്ഥാപനത്തെക്കുറിച്ച് എനിക്ക് അറിയാം. മുൻപേ ഇവിടുന്ന് കുറേ ആളുകൾക്ക് നല്ല രീതിയിലുള്ള പഠനത്തിന് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. തയ്യൽ ക്ലാസ്, പിന്നെ അതേപോലെ വനിതകൾക്ക് ഉള്ള കലാപരിപാടികൾ എല്ലാം നടത്തി വരുന്ന ഒരു സ്ഥാപനമായിരുന്നു ഇത്. അപ്പോൾ ആ സമയം മുതൽ തന്നെ അറിയാം, പരിപാടിയെല്ലാം കാണാൻ വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ മെമ്പറായതിന് ശേഷമാണ് 4 വർഷമായിട്ട് എനിക്കിവിടെ അടുത്ത് പരിചയം എന്ന് പറയാം. പിന്നെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ സിസ്റ്റർമാരെ, ഇവരുടെ അന്തേവാസികളെ സംബന്ധിച്ചിടത്തോളം അവരെ നോക്കുക എന്നുള്ളത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. സിസ്റ്റർമാർ അത്രയും കഷ്ടപ്പെട്ട് ആണ് ഈ ഒരു പ്രവർത്തനമൊക്കെ ചെയ്യുന്നത്. പിന്നെ പഞ്ചായത്തിൽ നിന്ന് പറയുമ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഭിന്നശേഷി ഉപകരണങ്ങൾ എല്ലാം നൽകി വരാറുണ്ട്. വർഷം തോറും ഇവർക്ക് ആവശ്യമുള്ളത് ചോദിച്ച് മനസ്സിലാക്കി നമ്മളെ ഭിന്നശേഷി ഉപകരണം നൽകുന്നുണ്ട്. അതേപോലെ പഞ്ചായത്തിൻ്റെ കലാമേളകളിൽ ഭിന്നശേഷി കലാമേളകൾ പഞ്ചായത്ത് നടത്തി വരാറുണ്ട് വർഷം തോറും. അതിലൊക്കെ പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലും എല്ലാം ഇവർ മത്സരിക്കാറുണ്ട്. എങ്ങോട്ടായി തിടുക്കം, നീ തനിച്ചല്ലേ, പേടിയായില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. എൻ്റെ പേര് സിസ്റ്റർ ജാൻസി. ഞാൻ DSS അമല പ്രോവിൻസിലെ പ്രൊവിൻഷ്യൻ്റെ കൗൺസിലറാണ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ സർവീസ് ചെയ്യുന്നത്. പ്രധാനമായ എൻ്റെ ഉത്തരവാദിത്തങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രൊവിൻസിലുള്ള എല്ലാ സ്ഥാപനങ്ങളും അതോടൊപ്പം രോഗികളായ സിസ്റ്റേഴ്സിന് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുകയുമാണ് എൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ. അതോടൊപ്പം എല്ലാ ഹോമുകളും വിസിറ്റ് ചെയ്ത് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ നല്ല പ്രവൃത്തികൾ. എറണാകുളം ആശാഭവൻ ഗവൺമെൻറ്റിൽ നിന്നാണ് ഞാൻ ഈ മഠത്തിലേക്ക് വന്നത്. അവിടെ മെൻ്റൽ പേഷ്യൻ്റെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഇപ്പോൾ 6 മാസം പൂർത്തിയായി 7ാം മാസത്തിലേക്ക് കയറി. ഇവിടെ ബുദ്ധിമാന്ദ്യം സംഭവിച്ച ഈ കുട്ടികളോടൊത്ത് ജീവിക്കുവാനും അവരോട് സംസാരിക്കുവാനും അവരോടൊത്ത് പ്രവർത്തിക്കുവാനും എനിക്ക് വളരെ ഇഷ്ടമാണ്. ചില കുട്ടികൾക്ക് വചനം പഠിക്കുവാൻ വളരെ ഇഷ്ടമാണ്. പിന്നെ എന്നോടൊത്ത് തോട്ടത്തിലും മറ്റു തലസ്ഥാനങ്ങളിലും കിളയ്ക്കുവാനും പുല്ല് പറിക്കുവാനും എല്ലാം എന്നെ സഹായിക്കാറുണ്ട്. പ്രത്യേകിച്ച് അന്നക്കുട്ടി എന്നൊരു കുട്ടി എപ്പോഴും എൻ്റെ കൂട്ടത്തിൽ പുല്ല് പറിക്കുവാനായി വരാറുണ്ട്. ഇവിടെ വന്നിട്ട് ഈ വീടിന് ചുറ്റും പൂന്തോട്ടം ഉണ്ടാക്കുക, പച്ചക്കറികൾ നട്ടുപിടിപ്പിക്കുക, ഇതെൻ്റെ ജീവിതത്തിലെ ഒരു ഹോബിയായിട്ട് ഞാൻ മാറ്റിയിരിക്കുന്നത് കൊണ്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ അതീവ ശ്രദ്ധ ചെലുത്താറുണ്ട്. പിന്നെ കുട്ടികളെ പാട്ട് പഠിപ്പിക്കാനും പിന്നെ പൂക്കളും ഉണ്ടാക്കാൻ കാണിച്ചു തരുമോ എന്നൊക്കെ പറഞ്ഞ് അവർ മിക്കപ്പോഴും എൻ്റെ അടുത്ത് വരാറുണ്ട്. അങ്ങനെ വരുന്ന കുട്ടികളെ ഞാൻ അവരെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തി വിടാറില്ല. അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനേ ഞാൻ പരിശ്രമിക്കാറുണ്ട്. സെൻറ്റ് മേരീസ് എസ്റ്റേറ്റ് എന്ന് പറയുന്ന കോഴിക്കോട് രൂപതയുടെ ഒരു വലിയ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. ആ എസ്റ്റേറ്റിൻ്റെ ഒരു ഭാഗമാണ് ഗവൺമെൻറ്റിന് വേണ്ടി കൊടുത്തത്. അപ്പം അന്ന് അവിടെ പണ്ട് പാൽപ്പൊടിയും അമേരിക്കയിൽ നിന്ന് വരുന്ന ബുൾഗറും അതുപോലെ ഈ എണ്ണയൊക്കെ കൊടുക്കുമായിരുന്നു. അതൊക്കെ വാങ്ങാൻ വേണ്ടി 10, 15, 20 കിലോമീറ്റർ ദൂരത്ത് നിന്ന് വരെ
നടന്നു വന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം ജീവിച്ചിരുന്ന ഒരു നാടായിരുന്നു ഈ നാട്. മാതമംഗലം, പേരൂര്, കുറ്റൂര് എന്ന് പറയുന്ന നാട്. ആ നാട് ഇന്ന് ഏറ്റവും കൂടുതൽ വികസനം നേടിയെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന പങ്ക് കോഴിക്കോട് രൂപതയ്ക്കും ഇവിടുത്തെ DSS സിസ്റ്റേഴ്സിൻ്റെ പ്രവർത്തനത്തിനും ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങളിവിടെ പണ്ട് ഒരു ക്രെഡിറ്റ് യൂണിയൻ എന്നുള്ള ഒരു സോഷ്യൽ വർക്ക് സൊസൈറ്റി നടത്തിയിരുന്നു. കോഴിക്കോട് രൂപയുടെ സ്ഥാപനമാണത്. അതും ഇവിടുത്തെ സിസ്റ്റേഴ്സിൻ്റെ സോഷ്യൽ വർക്ക് സൊസൈറ്റി രണ്ടുപേരും കൂടി ഒത്തിരി ജനകീയ പ്രവർത്തനങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ, ക്ലാസ്സുകൾ, ടൈലറിങ് ക്ലാസ്സുകൾ, നഴ്സറി സ്കൂളുകൾ, അതുപോലെ തന്നെ പച്ചമരുന്ന് ഉൽപ്പാദന കാര്യങ്ങൾ, മുറിവണ്ണി ഉണ്ടാക്കൽ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ ഇവിടുത്തെ നാട്ടുകാരെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇന്നും പ്രാവർത്തികമായി 25 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന സ്വാസ്ഥ്യ സംഘങ്ങളുണ്ട് ഇന്നിവിടെ. ആദ്യം ഇവിടെ സ്ഥാപിക്കപ്പെട്ട കുടുംബശ്രീയൊക്കെ സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാപിക്കപ്പെട്ട സ്വാസ്ഥ്യ സംഘങ്ങൾ, അത് കണ്ണൂർ രൂപത വന്നതിന് ശേഷമാണ് സ്വാസ്ഥ്യ സംഘങ്ങൾ രൂപീകരിക്കുന്നത്. ആ സ്വാസ്ഥ്യ സംഘങ്ങൾ വഴി 25 വർഷം സ്ഥാപിക്കപ്പെട്ട സ്വാസ്ഥ്യ സംഘങ്ങൾ വഴി ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു മറക്കാൻ പറ്റാത്ത ഒരു കമ്മിറ്റ്മെൻറ്റ് ഈ DSS ഗവൺമെൻറ്റും അഞ്ജലി വിദ്യാനായകമായിട്ട് ഞങ്ങൾക്കുണ്ട്. ഞാൻ സിസ്റ്ററായിട്ട് 32 വർഷമായി. 30 വർഷമായിട്ട് ഞാൻ ഈ ഭിന്നശേഷിയുള്ള മക്കളോട് കൂടിയാണ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മക്കൾക്ക് പലതരത്തിലുള്ള കഴിവുകളുണ്ട്. ഈ മക്കളുടെ കഴിവുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് വരയ്ക്കുന്നവരുണ്ട്, തയ്ക്കുന്നവരുണ്ട്, ഡ്രോയിങ് ചെയ്യുന്നവരുണ്ട്, അതോടൊപ്പം ഫ്ലവർ വാസ് ഉണ്ടാക്കുന്നു. അതുപോലെ ഞങ്ങളുടെ ആക്ടിവിറ്റികളായിട്ടുള്ളത് ലോഷൻ ഉണ്ടാക്കുന്നു, പിന്നെ വെജിറ്റബിൾ കട്ടിങ്, മുയലിൽ നോക്കുന്നു, കോഴി വളർത്തൽ, അതോടൊപ്പം പച്ചക്കറി തോട്ടങ്ങൾ, പൂത്തോട്ടങ്ങൾ എന്നിവയിൽ ഇവൾ വളരെയധികം താല്പര്യമുള്ളവരാണ്. ഇവർക്ക് ഭക്ഷണങ്ങൾ നൽകുവാനുമായിട്ടും ഇവരുടെ എല്ലാ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുവാനും ഞങ്ങൾ സിസ്റ്റേഴ്സ് ഒത്തൊരുമിച്ചാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇവരുടെ ജീവിതത്തിൽ ഞങ്ങളുടെ സാന്നിധ്യം അവർക്കും വളരെയധികം സന്തോഷപ്രദമാണ്. ഡാൻസ്, പാട്ട്, കലാകായിക മത്സരങ്ങളിലൊക്കെ ഞങ്ങൾ പഞ്ചായത്ത് ലെവലിലും ബ്ലോക്ക് തലത്തിലും കുട്ടികളെ കൊണ്ട് മത്സരിപ്പിക്കാനായിട്ട് കൊണ്ടുപോവുകയും ഇവർക്ക് സമ്മാനത്തിന് അർഹരായി തീരുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് ഔട്ടിംഗ് ഉണ്ട്, സന്തോഷിപ്പിക്കുവാനായിട്ടുള്ള ഇവർക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു കൊടുക്കുന്നു. ഞാൻ കോൺവെൻറ്റിൽ വന്നിട്ട് 27 വർഷമായി. ഞാൻ എൻ്റെ ജീവിതം മുഴുവനും ഇതുപോലുള്ള ചെവി കേൾക്കാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഓർഫനേജിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടും എൻ്റെ ജീവിതം തന്നെ അങ്ങനെയായിരുന്നു. ചെവി കേൾക്കാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു 13 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്തിരുന്നു. ഇവിടെ അഞ്ജലി ഭവനിൽ വന്ന് ചാപ്പലിലെ ജോലി ഞാനാണ് ചെയ്യുന്നത്. എനിക്ക് നല്ല സന്തോഷമാണ് ചാപ്പൽ ചെയ്യാനായിട്ട്. അതുപോലെ കണക്കും എഴുതിക്കൊണ്ടിരിക്കുന്നു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ അടുത്ത് പോവുകയും അവരുടെ കൂട്ടത്തിലിരുന്ന് പ്രാർത്ഥിക്കുകയും അവരോടൊപ്പമുള്ള ജീവിതം ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്ക് വേദനകളൊക്കെ ഉണ്ടെങ്കിലും അവരുടെ അടുത്ത് എത്തിക്കഴിയുമ്പോഴത്തേനും അവർ ഒത്തിരി സ്നേഹത്തോടെ വന്ന് കെട്ടിപ്പിടിച്ച് കഴിയുമ്പോൾ നമ്മുടെ വേദനയെല്ലാം എവിടെയോ പോയി മറിയും. അപ്പം ദൈവം തീരുമാനിച്ചിട്ട്, ദൈവം തിരഞ്ഞെടുത്തിട്ട് വന്നവളാണ് ഞാനെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. വിശുദ്ധ അമ്മത്രേസ്യായോട് ഈശോ പറഞ്ഞൊരു വാക്കുണ്ട്, അതെപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. മകളെ, നീ എന്നോട് ചോദിച്ചാൽ നിനക്ക് നൽകാൻ പാടില്ലാത്തതായി എനിക്ക് യാതൊന്നുമില്ലെന്ന്. ആ ഒരു പ്രാർത്ഥന ഞാൻ എന്നും ചൊല്ലുമായിരുന്നു. എനിക്ക് ഈശോയുടെ സ്വന്തമായിട്ട് ജീവിക്കണം, പാവപ്പെട്ട മക്കളെ നോക്കണം, അതിന് വേണ്ടിയിട്ട് എനിക്കൊരു സിസ്റ്ററാകാൻ പോകണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് അമ്മ ത്രേസ്യ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്നെ ദീനസേവന സഭയിലേക്ക് വിട്ടതാണെന്നാണ്. അതിൽ ഞാൻ വളരെ സന്തോഷിക്കുകയും ഇപ്പോഴും ആനന്ദത്തോടെ ജീവിക്കുകയും ചെയ്യുക. നമ്മുടെ അഞ്ജലി വിദ്യാനികേതനുമായുള്ള ബന്ധം
ഇവിടുത്തെ കുട്ടികൾക്കുള്ള സഹായങ്ങൾ നൽകിക്കൊണ്ടാണ് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഏകദേശം ഒരു 15 വർഷത്തോളമായി നമ്മളിവിടെ ഈ കുട്ടികൾക്ക് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉച്ചഭക്ഷണം, അതുപോലെ തന്നെ അവരെ വസ്ത്രങ്ങൾ, ഈ കാര്യത്തിലൊക്കെ നമ്മുടെ കൂട്ടായ്മയുടെ പേരിലും, അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരുടെ പിറന്നാൾ, അതുപോലെ തന്നെ വീട്ടിലത്തെ എന്ത് വിശേഷങ്ങളുണ്ടെങ്കിലും അവർക്ക് ഭക്ഷണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഈ കുട്ടികളെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ജാതി മത വ്യത്യാസം തന്നെ. ഈ മുസ്ലിംസ് ആയാലും ഹിന്ദുക്കളായി കഴിഞ്ഞാലും ക്രിസ്ത്യൻസ് ആയാലും എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ സ്ഥാപനം നടത്തുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീട്ടിലൊരു ഭിന്നശേഷിയുള്ള കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട്, ആ വീട്ടിലത്തെ അച്ഛനും അമ്മയും കഷ്ടപ്പെടുന്ന അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുട്ടികളെ സംരക്ഷിക്കുന്ന, ഇവിടുത്തെ അന്തേവാസികൾക്ക് എന്നും സഹായം ചെയ്തു കൊടുക്കുന്ന ഈ സ്ഥാപനത്തിലെ അമ്മമാരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത്. കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു വീട്ടിലത്തെ ആ കുട്ടീനെ സംരക്ഷിക്കാൻ പോലും നമുക്കാവാതെ സമയത്താണ് ഏകദേശം 40-ന് മേലെയുള്ള കുട്ടികളെ ഈ അമ്മമാർ സംരക്ഷിക്കുന്നത്. അവരെ ഗുളികയായാലും അതുപോലെ തന്നെ അവരെ ഭക്ഷണങ്ങളായി കഴിഞ്ഞാലും ഒക്കെ ചെയ്യാൻ ഈ അമ്മമാരാണ് സഹായിക്കുന്നത്. ഇവിടുത്തെ മക്കളെന്ന് പറഞ്ഞാൽ ശരിക്കും വിശുദ്ധരായ ഒരു മക്കളാണ്. കാരണം ഒരു തെറ്റ് അവർക്കറിയത്തില്ല. എന്ത് കാര്യം ചെയ്തെന്നാലും ഇപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടിയാൽ തന്നെ അവർ വീണ്ടും അവരൊന്നിച്ച് അവരെ കണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്കൊത്തിരി ട്രെയിനിങ്ങൊക്കെ കിട്ടിയാലും ഇവർക്ക് ഒരു ട്രെയിനിങ്ങും ഒന്നും ഇല്ലാത്ത മക്കളാണെങ്കിൽ തന്നെയും ഇവർ പരസ്പരം ഈ 37-38 പേരുണ്ട്. പല വിധത്തിലുള്ള രോഗങ്ങളുമുണ്ട്. പല വിധത്തിലുള്ള പിള്ളേരാണെങ്കിൽ തന്നെ പരസ്പരം അവരുടെ സ്നേഹവും അവരുടെ കരുതലും അവരങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൂട്ടുകൂട്ടലൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി സന്തോഷം തോന്നും. നമുക്കൊരു പ്രചോദനമാണ് ഈ മക്കളുടെ കൂടെയുള്ള ജീവിതം. അപ്പം നമുക്ക് സങ്കടം വന്നാലും ഇവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷിക്കാനേ പറ്റുള്ളൂ. കാരണം ഇവരെ നോക്കി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. കാരണം ഇവർക്കൊന്നും ട്രെയിനിങ് ഒന്നും ഇല്ലാത്തതാണെങ്കിൽ തന്നെ അവർ വളരെ സ്നേഹത്തോടു കൂടി, ഇത്രയുള്ള പിള്ളേരാണെങ്കിൽ പല വിധത്തിലുള്ള വഴക്കുകളൊക്കെ കൂടുന്നു. അങ്ങനെ ഒരു വഴക്കുകളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്തൊരു മക്കൾ, അവരെ ശുശ്രൂഷിക്കുന്ന സിസ്റ്റേഴ്സ് ആണെങ്കിലും ഒത്തിരി സ്നേഹത്തോടെയും വാത്സല്യത്തോടും കൂടി അവരെ നോക്കുന്നു, അവരെ പരിഗണിക്കുന്നു, അവരായിരിക്കുന്ന വിധത്തെ കാണാനൊക്കെ അവർ പരിശ്രമിക്കുന്നു. അവർ നമ്മുടെ അടുത്തോട്ട് വരുമ്പോഴാണെങ്കിൽ തന്നെ നമുക്കും അവരോടൊരു എന്തെന്നില്ലാത്തൊരു സന്തോഷവും സ്നേഹവും തോന്നും. ഇങ്ങനത്തെ പിള്ളേരാണല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്കൊരു വിഷമമുണ്ട്. ഈ മക്കൾക്കൊരു ഭാവി ഇല്ലല്ലോ എന്ന് അവർ പറയുമ്പം ഞങ്ങൾക്കൊരു ഭാവി ഇല്ലല്ലോ എന്നൊക്കെ വന്ന് പറയുമ്പോൾ അവരെ സാന്ത്വനപ്പെടുത്താനുമായിട്ടുള്ള അങ്ങനെയുള്ള ഒരു അവസരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് നമുക്ക് കാണുകയാണ്. ഇപ്പോൾ ഈ നമ്മളും വാർദ്ധക്യത്തിലേക്ക് എത്തി. അപ്പോൾ ഈ വാർദ്ധക്യത്തിൽ ഈ മക്കളോട് കൂടി ആയിരിക്കുക എന്നുള്ളതൊരു വലിയൊരു സന്തോഷമാണ്. ആണ് എന്നെ മഠത്തിലേക്ക് ആദ്യം വന്നപ്പോൾ കൈപിടിച്ച് കയറ്റി ഉമ്മ വെച്ച് സഭയിലേക്ക് ചേർത്തത്. എപ്പോഴും പുഞ്ചിരിയോടെ ചിരിച്ചുകൊണ്ട് നമ്മൾ താലോലിച്ച് തലോടി സ്നേഹിച്ച് വളർത്തി ഒരമ്മയുടെ സ്നേഹം പകർന്നു തന്നത് അമ്മ ബേത്തറിയാണ്. പിന്നെ ഈ മക്കൾക്കെന്ന് പറഞ്ഞാൽ ഭക്ഷണങ്ങളെല്ലാം വാരി കൊടുക്കുകയും അവരുടെ തുണികളൊക്കെ എല്ലാം നമ്മൾ എടുത്തു കൊടുക്കുകയും സ്വന്തം എടുക്കാനോ ഇടാനോ ഒന്നും അറിയില്ല. അപ്പോൾ അതിനൊക്കെ എന്നെ സിസ്റ്റർ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ അതുപോലെ തന്നെ അത് ഉണങ്ങിക്കഴിഞ്ഞ് മടക്കി അത് ഒഴിക്കലും അത് ഓരോരുത്തരുടെ ഓരോ സ്ഥലത്ത് വയ്ക്കും, അതെല്ലാം എടുത്തു കൊടുത്ത് അങ്ങനത്തെ എല്ലാം ചെയ്തു കൊടുക്കണം. മക്കൾ അധികം നമ്മുടെ സന്തോഷമായി സമാധാനമായി സമൂഹത്തിലെ ഒത്തൊരുമയോടെയായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ സാധിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി. അഞ്ജലി നികേതൻ ഇവിടുത്തെ 38 കുട്ടികളുടെയും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 38 കുട്ടികൾക്കും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ, അതുപോലെ അവർക്ക് വേണ്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന കലാപരിപാടികൾ സംഘടിപ്പിച്ച് അവരെ
നല്ലൊരു ഊർജം നൽകുന്നതിന് വേണ്ടി, അവരുടെ മാനസികമായിട്ടുള്ള അവരുടെ സന്തോഷം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. അതുപോലെ ഇവിടുത്തെ 38 കുട്ടികളും അവരുടേതായ രീതിയിൽ പലതരത്തിലുള്ള പാട്ടുകളിലായും അതുപോലെ തന്നെ ഡാൻസുകളിലായാലും അതുപോലെ തന്നെ അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കും ഒത്തിരി സന്തോഷം വരാറുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. നമ്മുടെ നാട്ടിലെ ഇങ്ങനെയൊരു സ്ഥാപനം നടത്തിപ്പോകുമ്പോൾ അവിടെയുള്ള സിസ്റ്റർമാർ ചെയ്യുന്ന അവരുടെ എഫേർട്ട് എത്ര പ്രശംസിച്ചാലും അധികമാവില്ല. അവർക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഇവിടുത്തെ സിസ്റ്റേഴ്സിനെയും ഞങ്ങൾ ഒരുപാട് അഭിനന്ദിക്കുകയാണ്. ഇവിടുത്തെ അന്തേവാസികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ നാട്ടിലെ ജനതയും അതുപോലെ തന്നെ മറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ശരി, സന്നദ്ധ സംഘടനകളായാലും ശരി, ഇവിടെ വന്ന് അവർക്ക് സഹായങ്ങൾ ഒരുപാട് നൽകാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ നമുക്കും ഒരുപാട് കടപ്പാടുണ്ട്. ഇവിടുത്തെ കുട്ടികളുടെ ആ സന്തോഷം കാണുമ്പോൾ നമുക്കും ഏറെ സന്തോഷം വരികയാണ്. ഇങ്ങനെയുള്ള കുട്ടികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കാൻ സാധിക്കുന്നത് തന്നെ ഒരു അഭിമാനം തന്നെയാണ്. ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് അവരുടെ ഉന്നമനത്തിനായി ഒരുമിക്കാം.